കുളിച്ചൊരുങ്ങി റെഡിയായി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കാണുന്നവർ വിചാരിക്കും ഇവൾക്ക് എന്നും അമ്പലത്തിൽ പോക്ക് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല, നമ്മളൊന്നും അല്ലാതിരുന്ന സമയത്ത്, നമ്മുടെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നമുക്ക് തുണയായിട്ടുണ്ടായിരുന്നത് ഭഗവാൻ മാത്രമാണ് കേട്ടോ. എന്ന് വെച്ച് ഇപ്പം എന്തൊക്കെയോ ആയി എന്നല്ല, അന്നത്തെ ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോവാറുണ്ട്, ഭഗവാനെ പോയി കാണാറുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ റെഡിയായി, ബിജോനും റെഡിയാണ് കേട്ടോ. ബിജോനും പുറത്തോട്ട് പോകണം. അങ്ങനെ ബിജോട്ടൻ പോയി. ഞാൻ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. ഞാനും അനിയത്തിയുണ്ട്, ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ബസ്സൊക്കെ കിട്ടി. അങ്ങനെ സീറ്റ് കിട്ടിയില്ല, പക്ഷേ ഡ്രൈവറിൻ്റെ അടുത്തൊരു സ്പേസ് ഒഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ചാടി കയറിയിരുന്നു. അങ്ങനെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പിന്നെ ഭഗവാന് സമർപ്പിക്കാനുള്ള മുല്ലപ്പൂവൊക്കെ മേടിച്ച് ഞാൻ അകത്ത് കയറി കേട്ടോ. ഒരു 5:30 സമയം ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ലോണം തൊഴാൻ പറ്റി. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ, സമയങ്ങളിൽ ഒക്കെ ശരിയാവും, പേടിക്കണ്ട എന്നുള്ളൊരു ഉത്തരം നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭഗവാന്റെ അടുത്തുനിന്ന്. അങ്ങനെ തൊഴുതിറങ്ങി അമ്മയ്ക്ക് കരിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കരിക്കൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ വരുന്ന വഴി ഒരുപാട് കൃഷ്ണവിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷു അല്ലേ വരുന്നത്, അതുകൊണ്ട് തന്നെ. അങ്ങനെ പിന്നെ നമുക്ക് ബസ്സൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിൽ